ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കാൻ്റെ അനിയനും പെണ്ണുങ്ങളും മക്കളും ഒക്കെ വന്ന വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ഓര് വന്ന് കുറേ നേരം വാക്കൊക്കെ പറഞ്ഞിരുന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാനും ഇളയച്ചനും മക്കളൊക്കെ ഇരുന്ന് കുറേ നേരം കൂട്ടം വാക്കും വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് ഓരെന്താ യൂസ്കാൻ്റെ ഏട്ടൻ്റെ മോളുണ്ട് കേട്ടോ, മേലെ ഇടത്തേക്കാണ് ഓളെ കെട്ടിച്ചോണ്ടതിന്. അപ്പോൾ ഓരങ്ങോട്ട് പോയ സമയത്ത് ഞാൻ വേഗം ചോറ് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മക്കളോട് ചോദിച്ചാൽ മക്കളോട് പറഞ്ഞ് കുഷ്ക ബിരിയാണി വേണം മൂത്തമ്മ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കി കുഷ്ക ബിരിയാണി ഉണ്ടാക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും റെസിപ്പി ഒന്നും ഞാൻ കാണിക്കണമൊന്നുമില്ല. പിന്നെ അതിലൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ മൈസൂർ കുഷ്ക. അപ്പം ഞാൻ എന്താക്കിയാൽ നല്ലോണം ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും പിന്നെ പച്ചമുളകും ഇതൊക്കെ നല്ല വാട്ടിയിട്ട് അതെന്താക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം എന്താക്കിയ ഒരു മേലേക്ക് പോയ സമയത്താണ് വല്യമ്മ കയറി വന്നത്. അപ്പോൾ വല്യമ്മക്ക് ചായ കൊടുക്കുക വെച്ചിട്ട് അപ്പോൾ ഓര് കൊണ്ടുവന്നതാണ്. അപ്പം ഇവിടെ ഉണ്ടായത് ചിപ്സും മിച്ചറൊക്കെയാണല്ലോ. അപ്പോൾ അതൊന്നും വല്യമ്മക്ക് തിന്നാൻ പറ്റൂലല്ലോ. അപ്പോൾ എന്താക്കി ഞാൻ ഇതിന് 2 കേക്കൊക്കെ എടുത്തിട്ട് വല്യമ്മക്ക് ചായയൊക്കെ കൊടുത്ത് വല്യമ്മ ഞാനും ഇങ്ങനെ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബിരിയാണീൻ്റെ നല്ലൊരു അടിപൊളി ഇതിൻ്റെ മസാല ഉണ്ടോ, കുഷ്ക മസാലയാണ്. നല്ല ടേസ്റ്റ്, തരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. പിന്നെ ഇത് കുഷ്കൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞാൽ മല്ലിച്ചപ്പും പുതിന ചപ്പും തന്നെയാണല്ലോ. അത് എത്രത്തോളം ഇടുന്ന തക്കാളി മല്ലിച്ചപ്പും പുതിന ചപ്പും എത്രത്തോളം ഇടണം അത്രത്തോളം ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാകുക ചെയ്യുക. അപ്പോൾ ഞാൻ നല്ലോണം ചേർത്തി കൊടുത്തും ചെയ്തിട്ടുണ്ട്, നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലോണം ഒന്ന് പാടി വരട്ടി അറിയുമ്പോഴത്തേന് ഇങ്ങനെ വാക്ക് പറഞ്ഞിരിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും ഞാനും ഇളയച്ചി ഇങ്ങനെ ഓരോരോ വാക്കും പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിക്ക് തൈര് ഒഴിച്ച് കൊടുക്കണമല്ലോ. തൈര് ഒഴിച്ച് കൊടുക്കണം. നമുക്ക് ചെറുപുളി പിയ്യാൻ പറ്റിയ നല്ല പുളിയും എരിവും ഉപ്പും ഒക്കെ പാടായിട്ടില്ലാണ്. അപ്പോൾ പാത്രങ്ങളൊക്കെ കുറേ തേച്ചൊക്കെ ചിക്കൻ ഉണ്ട്, ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് തലേന്നേ ചിക്കൻ കൊടുന്നതായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ. അപ്പോഴത്തേന് നല്ലോണം ഒന്ന് മസാല ആവട്ടെ വെച്ചിട്ട് നല്ല മസാല നല്ല വെന്ത് വാടി കുഴഞ്ഞു വരണം. ഞാൻ വിചാരിച്ച ദമ്മ് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ കുട്ടികൾക്ക് പിന്നെ കുഷ്ക ബിരിയാണി മതിയെന്നും പറഞ്ഞപ്പോൾ അങ്ങനെ ഇട്ടിട്ട് അപ്പോൾ ഇങ്ങനെ പാത്രം കാണിക്കുമ്പോൾ ഞാൻ ഓളോട് പറഞ്ഞിട്ട് വേണ്ട പാത്രം കഴുകണ്ടടി ഞാൻ കഴുകിക്കോളാന്ന്. പിന്നെ നമ്മളെ വർത്താനം തീരെയില്ല, നമ്മൾ ഇളയിച്ച് മുത്തച്ചികളാകുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ, എത്ര വാക്ക് പറഞ്ഞാലും നമുക്ക് തീരൂലല്ലോ. പിന്നെ അങ്ങനെ ഓനും വന്ന് അടുക്കളയിൽ ഇരുന്നിട്ടുണ്ട്. ഓന് പഠിപ്പിക്കുകയാണ്, ഓന് ഉസ്താദാണ് കേട്ടോ. അപ്പോൾ ഓന് അടുക്കളയിൽ വന്നിരുന്നിട്ടുണ്ട്. അങ്ങനെ വാക്ക് പറഞ്ഞുകൊണ്ടിട്ട് അങ്ങനെ അമ്മായി ഇങ്ങനെ അമ്മായി ഓനും പറയുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല. ഇപ്പം നമ്മളെ ഫാമിലി വിഷയമൊക്കെ നമ്മളെ ഫാമിലി മാറ്ററുകൾ ഓരോ കാര്യങ്ങളല്ലേ നമ്മൾ പറയുക. പിന്നെ അതൊന്നും ഇപ്പം നമുക്ക് ഇതിലേഡ് ചെയ്യാൻ പറ്റൂലല്ലോ. ഒരാളെ കുറ്റം കുറവ് അങ്ങനെയൊന്നുമല്ല, എന്നാലും ഇപ്പം നമുക്ക് അങ്ങനെ പറയാനൊന്നും പറ്റില്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സമയം ഒരു 1:30 മണിയായപ്പോൾ പപ്പടം പൊരിച്ച് സലാഡ് ഉണ്ടാക്കി, പിന്നെ അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അത് പിന്നെ ചോറ് വിളമ്പിയിട്ട് കൊടുക്കണത് വയ്ക്കണത് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ലേനു. അങ്ങനെ വിളമ്പുകയാണ് കേട്ടോ. ഞാനും ഇതും കൂടി ചോറൊക്കെ ദമ്മൊക്കെ ഇട്ടെടുത്ത് വിളമ്പുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ലൈക്ക് അടിക്കാൻ നിങ്ങൾ മറക്കല്ലേ കേട്ടോ.